സമയം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. സമയം നഷ്ടപ്പെട്ടാൽ പിന്നീട് തിരിച്ചു കിട്ടാൻ പറ്റാത്ത ഒരേ ഒരു കാര്യവും സമയം തന്നെയാണ്. ബാക്കി എന്തും നമുക്ക് തിരിച്ചു പിടിക്കാം, പക്ഷെ സമയം പോയാൽ പോയതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള PSC അല്ലെങ്കിൽ സിവിൽ സർവീസസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിനെ സംബന്ധിച്ച് ടൈം മാനേജ്മെന്റ് ആണ് അവരുടെ ജീവിതത്തിനെ തന്നെ അല്ലെങ്കിൽ ഭാവി ജീവിതത്തിനെ തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ടൈം മാനേജ്മെന്റ് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു 5 ടെക്നിക്കുകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആണ്. ഈ ടെക്നിക്കുകൾ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് പ്രോപ്പർ ആയിരിക്കും എന്നെനിക്ക് ഉറപ്പ് തരാൻ സാധിക്കും. നമ്മളുടെ വർഷങ്ങളോളം ഉള്ള പ്രിപ്പറേഷൻ, 2 വർഷം 3 വർഷം ഒക്കെ എടുക്കുന്ന പ്രിപ്പറേഷൻ, അതിന്റെ പെർഫോമൻസ് ഔട്ട്പുട്ട് നമ്മൾ കാഴ്ചവെക്കേണ്ടത് ആ 1.25 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ സമയത്താണ്. ആ 1.5 മണിക്കൂർ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? മെയിൻസിന് 1.5 അല്ലെങ്കിൽ പ്രിലിംസിന് 1.25 മണിക്കൂർ, UPSC ആണെങ്കിൽ 2 മണിക്കൂർ, മെയിൻസിന് 3 മണിക്കൂർ. ആ ചുരുങ്ങിയ സമയത്തേക്ക് നമ്മുടെ എൻറ്റയർ എഫേർട്ട് ചുരുങ്ങുകയാണ്. ആ സമയത്തെ നിങ്ങൾക്ക് വരുതിക്ക് നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇടം നേടാൻ സാധിക്കും. സോ ടിപ്പ് നമ്പർ 1 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെറ്റ് ഗോ ഓഫ് ദ ഈഗോ എന്ന് തന്നെയാണ്. ഈഗോ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ എക്സാം ഹോളിലേക്ക് കയറുക. ബിക്കോസ് പലപ്പോഴും നമ്മൾ കാണുന്നൊരു കാര്യമാണ്, ഇപ്പം മാത്ത് അല്ലെങ്കിൽ റീസണിങ്, ഇതിലൊക്കെ ഭയങ്കര കിടിലങ്ങളായിട്ടുള്ള വ്യക്തികളാണ്. അവരാണെങ്കിൽ ആർക്കും സോൾവ് ചെയ്യാൻ പറ്റാത്ത മാത്ത് ക്വസ്റ്റ്യൻസ് പോലും അവർക്ക് സോൾവ് ചെയ്യണമെന്നൊരു വാശി അവരുടെ ഉള്ളിൽ കാണും. സോ എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോദ്യം എടുത്തു വെച്ചുകൊണ്ട് അവർ ഉത്തരം കണ്ടെത്തണമെന്നുള്ള വാശയിൽ കുറെ സമയം ഒരേ ചോദ്യത്തിന്റെ മുകളിൽ തന്നെ നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്. നിങ്ങൾക്ക് 10 ബാക്കിയുള്ള ചോദ്യങ്ങൾ ശരിയാക്കാനുള്ള സമയമാണ് ആ ഒരു ചോദ്യത്തിന്റെ മുകളിൽ നിങ്ങൾ ചെലവാക്കുന്നത്. ഇപ്പൊ സപ്പോസ് പൊളിറ്റി അല്ലെങ്കിൽ ഹിസ്റ്ററി, നിങ്ങൾ ആ സബ്ജക്റ്റിൽ ഭയങ്കര നോളജ് ഉള്ള വ്യക്തി ആയിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങളും എക്സാമിന് വരാം എന്നുള്ളൊരു കൺവിക്ഷൻ നിങ്ങളുടെ മനസ്സിൽ വരണം. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് മുകളിൽ നിങ്ങളുടെ ഈഗോ കാണിക്കാൻ വേണ്ടി പിന്നെയും സമയം ചെലവഴിച്ച് സമയം നഷ്ടപ്പെടുത്തരുത്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഈ അബദ്ധം കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിൽ ഇടം നേടേണ്ടുന്ന സ്റ്റുഡൻസ് അവർ ഒരു വാശിയുടെ പുറത്ത് ഒരേ ചോദ്യത്തിന്റെ മുകളിൽ കുറെ സമയം ചെലവഴിക്കും. അവർ നഷ്ടപ്പെടുത്തുന്നത് നല്ലൊരു റാങ്കും ശോഭനമായ ഭാവിയുമാണ്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഈഗോയും വാശിയും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് റാങ്കിനും മാർക്കിനും വേണ്ടി മാത്രം നിങ്ങൾ എക്സാം ഹോളിലേക്ക് കയറുക. ഓക്കെ, അതാണ് ടിപ്പ് നമ്പർ 1. ടിപ്പ് നമ്പർ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഷെയിംലെസ്. ബിക്കോസ് PSCയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പരീക്ഷാ ഹാളിൽ ക്ലോക്ക് ഇല്ല, പലയിടത്തും ക്ലോക്ക് ഇല്ല. ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ക്ലോക്ക് കിട്ടും. ഈ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക്, പലരും ചെയ്യുന്നൊരു ടെക്നിക്ക് തന്നെയാണത്. എക്സാം ഹാളിലുള്ള ഇൻവിജിലേറ്ററിന്റെ കയ്യിൽ വാച്ച് കാണും. ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് സഹായം ചോദിക്കാവുന്നതാണ്. 99.9% ആൾക്കാർ മനസാക്ഷിയുള്ള ആൾക്കാരാണ്. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ സർ അല്ലെങ്കിൽ മാഡം, എത്ര സമയമായി, എത്ര സമയം എനിക്കിനി ബാക്കിയുണ്ടെന്ന് അവരുടെ അടുത്ത് ചോദിക്കാവുന്നതാണ്. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പലപ്പോഴും നമ്മൾ ചോദിക്കാൻ മടിക്കുന്നത് നമ്മുടെ ഒരു നാണം അല്ലെങ്കിൽ നമ്മുടെ ഒരു മടി കാരണമാണ്. അത് നിങ്ങളിവിടെ മാറ്റി വെക്കുക. നമുക്ക് റാങ്ക് ആണ് പ്രധാനം. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തും ചെയ്യണം. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് സഹായം ചോദിക്കുക. ആസ്ക് ഫോർ ഹെൽപ്പ്. പലർക്കും ഏറ്റവും മടി അതാണ്. സഹായം ചോദിക്കുന്ന കാര്യത്തിൽ മടിയുണ്ട്. മടി വേണ്ട, നിങ്ങൾക്ക് സഹായം ചോദിക്കാം. 3ാമത് പറയുന്ന കാര്യമാണ് ഇതിനകത്തെ ഗോൾഡൻ റൂൾ എന്നെനിക്ക് പറയാനുള്ളത്. ഗോൾഡൻ റൂൾ. നിങ്ങൾ ഓരോ വ്യക്തികളും യുണീക്കാണ്, ഓരോരുത്തരും സ്പെഷ്യൽ ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. സോ നിങ്ങളുടെ ശക്തി ദൗർബല്യങ്ങൾ, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഇതിനെ ഫാക്ടറൈസ് ചെയ്തുകൊണ്ട് ഒരു സ്ട്രാറ്റജി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എൻ്റെ ഒരു കേസിലാണെങ്കിൽ, ഇപ്പൊ എൻ്റെ കേസാണ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരുടെ അവസ്ഥ എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഞാൻ മാത്ത് അല്ലെങ്കിൽ റീസണിങ് ഞാൻ ആവറേജ് മാത്രമാണ്, ഭയങ്കര സൂപ്പർ അല്ല. അപ്പൊ എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ PSCയുടെ ഒരു ചോദ്യപേപ്പർ കിട്ടുമ്പോൾ ആദ്യമേ ഞാൻ GK ചോദ്യങ്ങൾ, കാരണം എൻ്റെ സ്ട്രോങ് ഏരിയ GK ആണ്, GK ചോദ്യങ്ങൾ ഞാൻ ഫിനിഷ് ചെയ്യും. ഹിസ്റ്ററി, പൊളിറ്റി, സയൻസ് ഒക്കെ. ഇപ്പൊ നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്സ് ഉള്ള എക്സാം എഴുതുന്ന വ്യക്തിയാണെങ്കിൽ അതിനുശേഷം സ്പെഷ്യൽ ടോപ്പിക്സ് ഫിനിഷ് ചെയ്യുക. പിന്നീട് ഇംഗ്ലീഷ്, മലയാളം, പിന്നീട് റീസണിങ്, അവസാനം മാത്രമേ മാത്ത് ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കാവൂ. ബിക്കോസ് ഭൂരിപക്ഷം ആൾക്കാർക്ക് മാത്ത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾ എക്സാമിന്റെ തുടക്കത്തിൽ തന്നെ ആ 20 ചോദ്യങ്ങൾ, ആ ഒരു 10 ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കുറെ ചോദ്യങ്ങൾ ചെയ്യാനുള്ള വിലപ്പെട്ട സമയമാണ് നിങ്ങൾ അവിടെ നശിപ്പിച്ചു കളയുന്നത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. സോ നിങ്ങൾ മാത്തിൽ പുലിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിങ്ങിനൊക്കെ കോച്ചിങ്ങിന് വന്ന വ്യക്തിയാണ്, മാത്ത് ആൻഡ് റീസണിങ് നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ആണെങ്കിൽ
നിങ്ങൾക്ക് ഒബ്വിയസ്ലി മാത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം കാര്യം അവിടുത്തെ 10 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. 9 മാർക്ക് മിനിമം കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഒരു ആവറേജ് കാൻഡിഡേറ്റ് ആണെങ്കിൽ, മാത്തിന്റെ കാര്യത്തിൽ ആവറേജ് കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യരുത്. നിങ്ങൾ GKയും ഇംഗ്ലീഷും മലയാളവും സ്പെഷ്യൽ ടോപ്പിക്സും ഒക്കെ കഴിഞ്ഞ റീസണിങ്ങിന് ശേഷം മാത്രമേ മാത്തിലേക്ക്. കാര്യം റീസണിങ് ചോദ്യങ്ങൾ റിലേറ്റീവ്ലി ഈസിയാണ് മാത്തമാറ്റിക്സിനെക്കാട്ടി. അപ്പൊ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നാലാമത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവിക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ്, ആത്മവിശ്വാസം എന്നൊക്കെ പറയും. പല കാൻഡിഡേറ്റ്സും ചെയ്യുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഇതും നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന മാത്തിന്റെ കേസിലാണ്, റീസണിങ്ങിന്റെ കേസിലാണ്. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഒന്നും കൂടെ അവരാ ചോദ്യം ചെയ്ത് നോക്കും, പിന്നെ ഒന്നും കൂടെ ചെയ്ത് നോക്കും. എത്ര പ്രാവശ്യം ചെയ്താലും നമുക്ക് ഒരു ചോദ്യം ഉത്തരവായിരിക്കും കിട്ടുക. അപൂർവമായിട്ട് മാത്രം ഒരു പക്ഷേ മറ്റൊരു ഉത്തരം കിട്ടിയേക്കാം. അപ്പൊ നിങ്ങൾ ബാക്കി ചോദ്യങ്ങൾ ചെയ്യേണ്ട സമയമാണ് ഇവിടെ പാഴാക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടി, അത് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനെ അവിടെ നിർത്തിയിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകും. അല്ലെങ്കിൽ ബാക്കി 2 ചോദ്യങ്ങൾ ശരിയാക്കേണ്ടുന്ന സമയമാണ് പഴയ ചോദ്യത്തിൽ തന്നെ റീതിങ്ക് ചെയ്ത് പിന്നെയും ആലോചിച്ച് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കോൺഫിഡൻസ്. നിങ്ങൾ എഴുതുന്ന ഉത്തരം ശരിയാണ് എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് വരണം. ഇത് ഓവർ കോൺഫിഡൻസ് ആവരുത്. മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുക, അപ്പൊ നമുക്ക് നന്നായിട്ട് പഠിക്കുക, അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. യെസ്, ആ ചോദ്യത്തിന് ഉത്തരം ഇത് തന്നെയാണ്. ഞാൻ ഒന്നും കൂടെ അത് 10 പ്രാവശ്യം വായിച്ച് അതിന് മുകളിൽ സമയം കളയേണ്ട കാര്യമില്ല എന്ന് നമുക്ക് തിരിച്ചറിവ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സമയം ബാക്കിയുള്ള സ്ഥലത്ത് യൂസ് ചെയ്യാം. ഇപ്പൊ പലരും ഈ ഒരു അബദ്ധം ചെയ്യുന്നതാണ്. ചെയ്ത ചോദ്യങ്ങൾ തന്നെ പിന്നെയും ശരിയാണോ ബബിൾ ചെയ്യുന്നതിന് മുമ്പ് അതിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിനാവശ്യമില്ല. ആ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, 5ാമത്തെ ടിപ്പ്, അതാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു ബോണസ് ടിപ്പ് എന്ന് പറയുന്നത്. ഈ സ്ട്രെസ് മാനേജ്മെന്റും ടൈം മാനേജ്മെന്റും ഭയങ്കര കോറിലേറ്റഡ് ആണ്. സ്ട്രെസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സമയം നിങ്ങളുടെ വരുതിക്ക് നിൽക്കും. അപ്പൊ അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്കുകൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഞാനൊരു പ്ലേലിസ്റ്റ് തന്നെ ചാനലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ അവസാനം ഞാൻ പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം. ഓക്കെ, അപ്പം സ്ട്രെസ് മാനേജ്മെന്റ് പ്രോപ്പർ ആണെങ്കിൽ ടൈം മാനേജ്മെന്റ് അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്, ഓട്ടോമാറ്റിക് ആയിട്ട് വന്നുകൊള്ളും. അപ്പം ഇതൊരു 2 പാർട്ട് വീഡിയോ ആണ്. ആദ്യത്തെ പാർട്ടിൽ ഞാൻ 5 ടെക്നിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. ധാരാളം ഇനി ടെക്നിക്കുകൾ ബാക്കിയുണ്ട്. ഇതൊക്കെ നിങ്ങൾ പരിശീലിച്ച് നോക്കുക. ഇത് എഫക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഇപ്പം ഇത് ഓഫ്ലൈൻ സ്റ്റുഡൻസിനൊക്കെ നമുക്ക് ട്രേഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങളുടെ ഫീഡ്ബാക്കിന്റെ ബേസിസിൽ മാത്രമായിരിക്കും അടുത്ത വീഡിയോ ചെയ്യാം. അടുത്ത വീഡിയോ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്, നമുക്കത് ചെയ്യാം. എല്ലാവരും ടെലിഗ്രാം ചാനലിലേക്ക് വരൂ കേട്ടോ. അതിൽ ഫ്രീ മെന്റർഷിപ്പും ഫ്രീ ഇനിഷ്യേറ്റീവ്സും ധാരാളം ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. പെയ്ഡ് കോഴ്സസ് റൺ ചെയ്യുന്നത് ടെലിഗ്രാം വഴി തന്നെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പിനും നമുക്ക് ടെലിഗ്രാം വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മെന്റർഷിപ്പും അഡ്വൈസസും ഒക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. എഗെയിൻ, ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം ലൈക്സിന്റെയും സബ്സ്ക്രിപ്ഷന്റെയും രൂപത്തിൽ തരിക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.